ഞാൻ ജനിച്ചും വളർന്നൊക്കെ മലപ്പുറത്താണ്. മലപ്പുറത്താണ് ജനിച്ചും വളർന്നൊക്കെ. KS യിലൂടെ രംഗത്ത് വന്നു. യൂത്ത് കോൺഗ്രസ്സിലൂടെ കടന്നുപോയി. യൂത്ത് കോൺഗ്രസ്സിലിരിക്കുമ്പോൾ എനിക്ക് 1996 ഞാൻ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. വിദ്യാഭ്യാസം അന്ന് മലപ്പുറത്ത് ഗവൺമെൻറ് ഹൈസ്കൂള്, അതുപോലെ തന്നെ സെൻറ്റ് തോമസ് സ്കൂളിലായിരുന്നു UP. അത് കഴിഞ്ഞിട്ട് പെരിന്തൽമണ്ണ ഗവൺമെൻറ് കോളേജ്. അത് കഴിഞ്ഞ് KSUവിൻ്റെ ഭാരവാഹിത്വം കാര്യങ്ങൾ, അങ്ങനെ പഠനം വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം. പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹി, പിന്നീട് സംസ്ഥാന ഭാരവാഹി. അതെല്ലാം സംസ്ഥാന ഭാരവാഹി ആയിരിക്കുമ്പോഴേ എനിക്ക് സീറ്റ് കിട്ടി. എനിക്ക് പാർട്ടിക്കകത്തൊരു പരിഗണന കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹി ആയിരിക്കുമ്പോൾ 1991 അന്ന് ആദ്യമായിട്ട് ഡിസ്ട്രിക്ട് കൗൺസിൽ ഇലക്ഷൻ നടക്കുകയാണ്. അന്ന് എനിക്ക് 25 വയസ്സ് ആയി കാണും ജസ്റ്റ് മത്സരിക്കാനുള്ള. അന്ന് തന്നെ എനിക്ക് സീറ്റ് കിട്ടി. 25 വയസ്സിലെ ജയിച്ചു? ഇല്ല, തോറ്റു. ഓക്കെ. അത് കഴിഞ്ഞ് 1996 ഞാൻ പാലക്കാട് തൃത്താലയിൽ നിന്ന് അസംബ്ലിയിലേക്ക് മത്സരിക്കുകയാണ്. അവിടെ ഞാൻ പരാജയപ്പെട്ടു. ചിലർക്ക് ഇരിക്കുന്നുണ്ട് ഞാൻ തുടർച്ചയായിട്ടുള്ള വിജയം ഉണ്ടാകുമ്പോൾ പരാജയം അറിയാത്ത ഒരാളാണ് ഞാൻ യഥാർത്ഥത്തിൽ പരാജയം അറിഞ്ഞിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് ജില്ലാ പഞ്ചായത്തിന് മുമ്പ് ജില്ലാ കൗൺസിൽ വന്നിട്ടുള്ളൂ. ആ ജില്ലാ കൗൺസിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. അതിനുശേഷം പക്ഷേ വണ്ടൂരിൽ വന്നതിന് ശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഓക്കെ. എനിക്ക് കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ 25 വർഷമായി അല്ലേ? 25 വർഷമായി വണ്ടൂരിൻ്റെ സ്വന്തം MLA ആണ്. അതിനിടയ്ക്ക് മന്ത്രിയായിട്ടുണ്ട്. മന്ത്രി എന്ന് പറയുമ്പോഴത്തേക്കും ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്ത് ഞാൻ 2001 MLA ആയിരുന്നു. 2004 തന്നെ ആദ്യ MLA ആയപ്പോൾ തന്നെ എനിക്ക് മന്ത്രിയാവാനുള്ള അവസരം ലഭിച്ചു. അന്ന് CST, ബാക്ക്വേർഡ്, അതുപോലെ യൂത്ത് വെൽഫെയർ, അതെനിക്ക് കുറച്ചു കാലം കൾച്ചറൽ മിനിസ്റ്റർ ആയിരിക്കാനും അതിനകത്ത് അവസരം കിട്ടി. അത് 2004 to 2006 ഉമ്മൻചാണ്ടിയുടെ ആദ്യത്തെ ഗവൺമെൻറ്. പിന്നീട് 2011 ഗവൺമെൻറ് വന്നതിന് ശേഷം 5 വർഷക്കാലം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ തന്നെ വീണ്ടും മന്ത്രിയായിരിക്കാനുള്ള അവസരം. പാർട്ടി എനിക്ക് ഒരുപാട് അവസരങ്ങൾ തന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ച ഒരാളാണ്. ഓക്കെ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണല്ലോ കടന്നു വരുന്നത് KSUവിലേക്ക്. അപ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി തിരഞ്ഞെടുക്കുമ്പോൾ ശരിക്കും താങ്കളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു റോൾ മോഡലായിട്ട് കണ്ടിരുന്നൊരു വ്യക്തി ആരായിരുന്നു? അന്നത്തെ കാലത്ത് ഞങ്ങളുടെയൊക്കെ ഒരു വലിയ ആരാധന എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞ സന്ദർഭത്തിലാണ് 77 തെരഞ്ഞെടുപ്പ് അവർ പരാജയപ്പെടുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം. അതിനുശേഷം അവരൊരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾക്ക് സ്കൂൾ രാഷ്ട്രീയം തുടങ്ങുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധി ആയിരുന്നു ഞങ്ങളുടെയൊക്കെ മനസ്സിനകത്ത് ഒരു വല്ലാത്ത ഒരു ആവേശമായിട്ടുണ്ടായിരുന്നു, ഒരു ആരാധന. ഇന്ദിരാഗാന്ധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അന്നത്തെ KSU തലമുറയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു വികാരം തന്നെയായിരുന്നു. പിന്നെ കേരളത്തിലാണെങ്കിൽ അന്ന് ലീഡറാണ് K. കരുണാകരൻ. അദ്ദേഹമാണ് ഏറ്റവും തലയെടുപ്പുള്ള നേതാവ്. ഓക്കെ. അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് പാർട്ടിയിലെ പലർപ്പൊക്കെ ഉണ്ടായപ്പോൾ അന്നത്തെ ഞങ്ങളുടെ KSU എന്ന് പറയുന്നത് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന KSU ആയിരുന്നു. ഇന്ദിരാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന KSU ആയിരുന്നു. ഈ ഇന്ദിരാഗാന്ധിനെയൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടോ ആ സമയത്തൊക്കെ? ഞാൻ അവർ 2 തവണ അവരെ കണ്ടിട്ടുണ്ട്. ഒന്ന് മലപ്പുറത്ത് തന്നെ അവർ വന്നിട്ടുണ്ട്. അന്ന് ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ വരവ് എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഇരുഭാഗങ്ങളിലും ബാരിക്കേഡ് കെട്ടിത്തിരിച്ച് ആയിരക്കണക്കിന് ആളുകൾ ഇരുഭാഗത്തു നിന്ന് അതിനിടയിൽ അവർ കൈവീശി കടന്നു പോകുന്നത് ഇപ്പോഴും ഒരു ഓർമ്മയായിട്ട് മനസ്സിനകത്തുണ്ട്. അതുപോലെ ഒരു സമ്മേളനത്തിന് എറണാകുളത്തോ തിരുവനന്തപുരത്താണ് സമ്മേളനത്തിനും വന്നു. അപ്പോൾ അതൊക്കെ ഒരു ദൂരക്കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ 2 തവണ കണ്ടിട്ടുണ്ട്. ഓക്കെ. ഇന്ദിരാഗാന്ധിയുടെ മരണമൊക്കെ ഏത് രീതിയിലാണ് ആ സമയത്ത് ഇവിടെയൊക്കെ അക്സെപ്റ്റ് ചെയ്തിരുന്നത്? ഇന്ദിരാഗാന്ധിയുടെ മരണമൊക്കെ ഉണ്ടാക്കിയ ഒരു ആഘാതം എന്ന് പറയുന്നത് ഞങ്ങൾ KSUക്കാണെങ്കിൽ പോലും ഒരു വല്ലാത്ത ഒരു ശൂന്യതയാണ് അന്നൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ 84 ഞാൻ ഓർക്കുന്നു, ഇന്ദിരാഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നത്തെ പോലെ അല്ല, ഇന്നത്തെ പോലെ വലിയ വാർത്താ മാധ്യമങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പത്രങ്ങളാണുള്ളത്, ടെലിവിഷൻ ചാനലില്ല, പിന്നെ റേഡിയോ മാത്രമാണുള്ളത്. അന്ന് മലപ്പുറത്ത് ഞാൻ KSUവിൽ വർക്ക് ചെയ്യുന്ന കാലമാണ്. അന്ന് ഇന്ദിരാഗാന്ധി മരിച്ചു എന്നുള്ളത് മലപ്പുറത്ത് അവിടെ ഞങ്ങൾ മണ്ഡലം കമ്മിറ്റി എന്ന് പറയും, അവിടുത്തെ ഏറ്റവും താഴെത്തട്ടുള്ള കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്ന് അനൗൺസ് ചെയ്തത്, മരണവിവരം അനൗൺസ് ചെയ്തത് ഞാനായിരുന്നു.
ഇന്ദിരാഗാന്ധി മരിച്ചു എന്നുള്ള വിവരം. വളരെ ഞങ്ങളൊക്കെ അന്ന് അനൗൺസ്മെൻറ്റും അതുപോലെ തന്നെ പ്രസംഗിച്ചൊക്കെ വരുന്ന ഒരു കാലമാണ്. ഞാനിപ്പോഴത് ഓർക്കുന്നു. ഓക്കെ. കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കിനും കെ കരുണാകരൻ്റെ കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹമായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ ശരിക്കും? ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? നന്നായിട്ട് അദ്ദേഹത്തോടൊപ്പം ഒരുപാട് കാലം. ഞാൻ 92-ലാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയാവുന്നത്. ആ കാലം മുതൽ അദ്ദേഹത്തെ, അതിനു മുമ്പ് അദ്ദേഹത്തെ അറിയാം, പക്ഷെ അദ്ദേഹത്തിന് എന്നെ അറിയില്ല. എന്നെ ചിലപ്പോൾ അദ്ദേഹം അറിയുന്നത് 92-ന് ശേഷം സംസ്ഥാന ഭാരവാഹിയായി കഴിഞ്ഞ ശേഷമാണ്. അതിന് മുമ്പ് വളരെ സജീവമായിട്ട് ഞാനുണ്ട്, ആക്റ്റീവായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും ഇന്നത്തെ പോലെ അല്ല, അത്ര വളരെ പെട്ടെന്ന് പ്രാപ്യമാകുന്നൊരു ഇതല്ല ലീഡർഷിപ്പിൽ. ലീഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഹുമാനത്തോടും ഒക്കെ അകന്ന് നിന്ന് നമ്മൾ കാണുക. ഗുരുവായൂർ പോകുമ്പോൾ ശ്രീവത്സത്തിൽ നിന്ന് 1-ാം നമ്പർ റൂമിൽ അത് ഇരിക്കുന്നു, ഒന്ന് പാളി നോക്കി കാണുക. എല്ലാ മാസവും വരും. അതൊക്കെ ഒരു സംതൃപ്തി, അത് മതി, ധാരാളം അന്നത്തെ കാലത്ത്. ഓക്കെ. അങ്ങനെ ഒരു കാലഘട്ടം.